ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഷോപ്പിലെ ചേച്ചി എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിക്കാം. അപ്പോൾ നമുക്കിനി മുഷിപ്പിക്കാതെ കഥയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന കഥയിലെ ഒരു കഥാപാത്രമാണ് ആൽവിൻ. ആൽവിൻ്റെ ശബ്ദത്തിലാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആൽവിനും ശരണി ചേച്ചി വേണ്ടുള്ള ആ ഒരു സൗഹൃദ പശ്ചാത്തലത്തിലെ ആ ഒരു കഥ മാത്രമാണ് കേട്ടോ അത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ശരണി ചേച്ചി ഇപ്പോൾ ജോലികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ ശ്രദ്ധിച്ച സമയത്ത് ശരണ ചേച്ചിയുടെ മുഖമൊക്കെ ആകെ മാറുന്നതൊക്കെ എനിക്ക് തോന്നി. ഏതൊരു നിമിഷവും നന്നായിട്ട് ചിരിച്ച് കളിച്ചു നിൽക്കുന്ന ശരണ ചേച്ചി ആദ്യമായിട്ടായിരുന്നു നെറ്റിയിൽ കൈവച്ച് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരണ ചേച്ചി എന്നെ ഒന്ന് നോക്കി. പെട്ടെന്നൊരു നിമിഷം ഞാൻ ശരണ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശരണ ചേച്ചിയോടായിട്ട് പറഞ്ഞു, ചേച്ചി എന്ത് പറ്റി, മുഖമാക്കി വല്ലാണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കറിയത്തില്ല മോനെ, എന്തോ പറ്റിയിട്ടുണ്ട്. തലവേദനയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. എനിക്ക് ചെറിയ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശരണി ചേച്ചി ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നു. അപ്പോൾ തന്നെ ശരണി ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ആ ബെഡ്റൂമിൽ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വേണമെങ്കിൽ ഇച്ചിരി നേരം കിടക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കസ്റ്റമർ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ശരണി ചേച്ചി മുതലാളിയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ആള് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി ഇവിടുത്തെ ട്രെയിനി അല്ലേ, ഞാനല്ലേ ചേച്ചിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നത്, അപ്പോൾ അതൊന്നും പ്രശ്നമാവത്തില്ല. ചേച്ചി എന്തെങ്കിലും എൻ്റെ കൂടെ വാ, അവിടെ ബെഡ്റൂം ഉണ്ടല്ലോ, നമുക്ക് അവിടെ എന്തെങ്കിലും പോയിട്ട് അവിടെ കിടക്കുകയോ ഉറങ്ങിയോ എന്തുകൊണ്ടെങ്കിലും ചെയ്യും. കുറച്ചു നേരം അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ ഷോപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ആവില്ല കേട്ടോ എന്ന് ഞാൻ ശരണി ചേച്ചിയെടുത്ത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ കൊണ്ടുപോയി ആ മുറിയിൽ ആ ബെഡ്റൂമിൽ ചേച്ചിയെ കൊണ്ടുപോയി ഇരുത്തിയതിനു ശേഷം ഞാൻ നേരെ അവിടെ കൂടി കിച്ചണിലേക്ക്. അവിടെ ചെന്നിട്ട് ഒരു ചെറിയ ചൂടുവെള്ളം എടുത്ത് അവിടെ പതുക്കെ പതുക്കെയായിട്ട് ഞാൻ കൊണ്ടുവന്ന് ചേച്ചി കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി മെല്ലെ മെല്ലെ അത് ആറി ഊതി കുടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വേറെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല, ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം പോലെ എന്ന് തന്നെ ചേച്ചി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. മറ്റൊന്നുമില്ല, ശരണി ചേച്ചി ഒരു പാവമാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ചേച്ചി ആ കട്ടിലേക്ക് കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ കട്ടിലിരുന്നു. എങ്ങനെയുണ്ട് ചേച്ചി, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, നല്ല തലവേദനയുണ്ട്, കുറച്ച് കഴിയുമ്പം മാറുമായിരിക്കും, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, പിന്നെ എനിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് ശരണി ചേച്ചി എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. ആ നിമിഷം ആ ഒരു മുറിയിൽ ചെറിയൊരു മങ്ങിയ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതെല്ലാം ക്ലോസ് ചെയ്തു. വേറെ ഒന്നും ആയിരുന്നില്ല, ശരണി ചേച്ചിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശരണി ചേച്ചിക്ക് ഒരു നല്ല ഒരു അനുഭവം കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പെട്ടെന്നായിരുന്നു ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ശരണി ചേച്ചി തലയിൽ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ നന്നായിട്ട് അമർത്തുന്നുണ്ടായിരുന്നു. കാരണം മൈഗ്രൈൻ്റെ തലവേദന എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് തന്നെ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ദയനീയത തോന്നിയിരുന്നു. കണ്ണുകളാണെങ്കിൽ തറപ്പിച്ച് നോക്കിക്കൊണ്ട്, വായാണെന്നുണ്ടെങ്കിൽ തുറന്നു വെച്ചുകൊണ്ട് ആ രീതിയിൽ നല്ല രീതിയിലുള്ള വേദനയും കാര്യങ്ങളും അനുഭവപ്പെടുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്തേക്ക് ശരണി ചേച്ചിയുടെ ആ തലഭാഗത്തേക്ക് ഇരുന്നു. ചേച്ചി ഓക്കെ അല്ലേ എന്ന് തന്നെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഒന്നും പറയുന്നില്ലായിരുന്നു. ആ നിമിഷം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നെനിക്ക് തോന്നിയിരുന്നു. ആ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തേക്ക് കയറിയിരുന്ന് ആ തലയിൽ ഒന്ന് ഞെക്കി പിടിച്ചു എൻ്റെ 2 വിരൽ കൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ ശരണി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഓക്കെ അല്ലേ, ഇപ്പോൾ നല്ല വേദന കുറവില്ലേ? ആ സമയത്ത് ശരണി ചേച്ചി പറഞ്ഞു, എനിക്ക് നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിലായിരുന്നു ശരണി ചേച്ചി പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഒരു ചെറിയ രീതിയിലുള്ള
ഒരു തടവൽ തിരുമൽ എന്ന രീതിയിൽ ആ കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട്, സാധാരണ എനിക്ക് തലവേദന വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ മൈഗ്രെയിൻ വരുന്ന സമയത്തുള്ള നന്നായിട്ടൊന്ന് ഞെക്കി പിടിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ തിരുമാൻ തുടങ്ങി. ആ സമയത്ത് മെല്ലെ മെല്ലെ ആ ഒരു നെറ്റിൽ തടത്തിൽ വിരലുകൾ ആ ഒരു തണുപ്പിന് അനുഭവപ്പെടുന്ന സമയത്ത് ശരണി ചേച്ചിക്ക് മെല്ലെ ഒരു ആശ്വാസം കിട്ടുന്ന കണക്ക് എനിക്ക് തന്നെ തോന്നി. അപ്പൊ തന്നെ ഞാൻ ശരണി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇപ്പൊ ഓക്കെ ആവുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴോ ഒരു യൂട്യൂബിലോ എവിടെയോ ഇങ്ങനെ കണ്ടതായിരുന്നു, ഏതോ ഒരു ഡോക്ടർ പറയുന്ന ഒരു ടെക്നിക്ക്, ഇങ്ങനെ തലവേദന വരുന്ന സമയത്ത് ഒന്ന് ഞെക്കി പിടിക്കുക, അപ്പൊ തന്നെ അത് കുറഞ്ഞു കിട്ടുമെന്നുള്ള കാര്യം. അത് തന്നെയായിരുന്നു ഞാൻ ശരണി ചേച്ചിയുടെ കാര്യത്തിലും പ്രയോഗിച്ചിരുന്നത്. ആ നിമിഷം എനിക്ക് തന്നെ തോന്നി, ചില കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും, എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് എൻ്റെ മനസ്സ് വല്ലാണ്ട് തന്നെ പറയുന്നതൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് ഞാൻ ശരണ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി അപ്പുറത്ത് നല്ല കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കെയർ എന്ന പോലെ ശരണി ചേച്ചി എന്നെ ഒന്ന് പിടിച്ചു കയ്യിലായിട്ട്. ആ സമയത്ത് എൻ്റെ അടുത്ത് അവിടെ ഇരിക്കുക എന്നുള്ള രീതിയിലാണ് ശരണി ചേച്ചി ആംഗ്യം കാണിച്ചത്. പക്ഷേ ആ സമയത്താണെങ്കിലും ചേച്ചിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. അപ്പൊ തന്നെ മറ്റൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഒരു ബൈസ്റ്റാൻഡർ എന്ന രീതിയിൽ ഞാൻ അവിടെ ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചിക്ക് അതൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം മറ്റാരുമില്ലല്ലോ, ഈ തലവേദനയും കൊണ്ട് അങ്ങോട്ട് നടക്കാനും ഇരിക്കാനും വയ്യ, എന്തെങ്കിലുമൊക്കെ വേദന വരുമെന്നുള്ള പേടിയായിരിക്കും ശരണി ചേച്ചിക്ക്. എനിക്ക് ആ നിമിഷം അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അതേപോലെ തന്നെ തലയിൽ നല്ല രീതിയിൽ മുടിയിലും എല്ലാം ഒന്ന് തടവി കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേദനയാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്നൊരു അസഹനീയമായിട്ടുള്ള വേദനയ്ക്ക് ശേഷം ശരണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണെങ്കിൽ ഒട്ടും വയ്യാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശരണി ചേച്ചിക്ക് ഒരു ബോധോദയം വന്ന പോലെ എന്നോട് ചോദിച്ചു, ഞാനിപ്പോ ഷോപ്പിൽ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, ചേച്ചിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് ഉറങ്ങി എണീറ്റത് കൊണ്ടാണ്. ആ നിമിഷം ശരണി ചേച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് കട്ടിൽ നിന്ന് ആ ഒരു തലേന്ന് എടുത്ത് നേരെയാക്കിയിട്ട് നേരെ എനിക്ക് നേരെ ഇരുന്നു. നിനക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെയല്ലേ നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടുക, എപ്പോഴും ഒരേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാന്നത്, അത് നല്ലല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് തലോടിയായിട്ട് പറഞ്ഞു, അത് നല്ലത് തന്നെയാണ്, നീ ചെയ്ത കാര്യം നല്ലത് തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, ശരണി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ മാത്രമായിരുന്നു. ഇനി കുറച്ചു നേരം ചേച്ചി കണ്ണടച്ച് കിടന്നുള്ളൂ കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചി കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ശരണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കൈക്ക് നല്ല കൈപ്പുണ്യുണ്ടെന്ന് തോന്നുന്നു, ചെറുതായിട്ടൊരു ബാമ്പുരട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, നല്ല തണുപ്പുണ്ടായിരുന്നു, പിന്നെ അപ്പം തന്നെ തലവേദന പമ്പ് കിടന്നു. അത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചിയുടെ ആ ശ്വാസം തന്നെ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മെല്ലെ എഴുന്നേക്ക്, ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഒന്ന് പൊക്കി എഴുന്നേപ്പിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ശരണി ചേച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ശരിയടാ, എന്നെങ്കിൽ പിന്നെ നമുക്ക് നാളെ കാണാം എന്ന് തന്നെ ശരണി ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. പഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഞാനും കൂടെ ഇറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം വീട്ടിൽ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചിയുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും നല്ലൊരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ ചെയ്തത്, മറ്റൊന്നുമില്ലല്ലോ, അത് ചേച്ചിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പിറ്റേന്ന് ദിവസം രാവിലെ തന്നെ ഷോപ്പിലെത്തി പഞ്ച് ചെയ്ത് മുന്നിലേക്ക് നിൽക്കുന്ന സമയത്ത്, അതായത് ശരണി ചേച്ചി എൻ്റെ മുന്നിൽ വന്നു നിന്നു. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ഇന്നലത്തെ തലവേദനയും കാര്യങ്ങളൊക്കെ മാറി, ഇന്ന് അത്യാവശ്യം ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സമയത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ശരണി ചേച്ചി കയ്യിലുണ്ടായിരുന്ന ഒരു ടിഫിൻ ബോക്സ് എൻ്റെ കയ്യിലേക്ക് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ദേ ഇത് നിനക്കുള്ളതാ, നീ ഇരുന്ന് കഴിച്ചോളൂ എന്ന് മാത്രം പറഞ്ഞു.
ഇതെന്താ ചേച്ചി രാവിലെ തന്നെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരത്ഭുതത്തോടെ ആ ടിഫിൻ ബോക്സ് തുറന്നു നോക്കിയ സമയത്ത് തന്നെ അതിൽ നിന്നും ഒരു ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങി. നല്ല സുഗന്ധമുള്ള സ്മെല്ല്. അത് മറ്റൊന്നും ആയിരുന്നില്ല, അത് ചെറിയൊരു ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നായിരുന്നു. ഇന്നലെ നീ എനിക്കൊരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ, അത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്തും ആലോചിച്ചിരുന്നു. പെട്ടെന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിലെല്ലാവരും പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് തന്നതാ നിനക്ക് തരാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, അമ്മച്ചി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണല്ലേ, ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചണ്ട ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കിയാലും ഒരുപോലെ തന്നെയല്ലേ, നിനക്ക് ടേസ്റ്റ് കിട്ടിയ പോരെ എന്ന് തന്നെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം മുതൽ ഞങ്ങളുടെ സൗഹൃദം ഒന്നുകൂടി നീണ്ടു. ഷോപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പരസ്പരം വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പരസ്പരം സഹായിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. അത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ചണ്ടി ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, പിന്നെ കുറച്ച് അടിപൊളിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ചേച്ചിയിൽ നിന്നും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലെ എൻട്രീസും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ചെന്നൈ ചേച്ചിയെ എക്സലും പിന്നെ ഡേറ്റ എൻട്രിയും അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ചെന്നൈ ചേച്ചിയുടെ അടുത്തുനിന്ന് കസ്റ്റമറോട് എങ്ങനെ ക്ഷമയോടെ സംസാരിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാനും പഠിച്ചെടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് കസ്റ്റമർ ഡീലിങ്സിന് ചെന്നൈ ചേച്ചി തന്നെ ബെസ്റ്റ്. പെട്ടെന്ന് വരുന്ന സമയത്ത് ആ സാരി എടുത്തുള്ള നിപ്പ് കണ്ടു കഴിയുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെല്ലാം ചേച്ചിയുടെ ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം ചെന്നൈ ചേച്ചി ഒരു പാവം ലേഡിയാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരാളാണ്. അത് ഒരു കേരള തനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്നൊരു ഐശ്വര്യമായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ് ചെന്നൈ ചേച്ചിക്ക്. പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സ് എല്ലാം അവരോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇടപഴകാനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ചെന്നൈ ചേച്ചിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു റിലാക്സേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ശരണ ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നത്. നീ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി? നീ ഇപ്പോഴും ഇങ്ങനെ ഫോണും നോട്ടിക്കിട്ട് ഇരിക്കുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ശരണ ചേച്ചി എന്നോട് ചോദിച്ചു. അങ്ങനെ ഉച്ചയോടടുത്ത സമയത്ത് ചണ്ട ചേച്ചി കൊണ്ടുവന്ന ആ ചൂടുണ്ണിയപ്പം അത് നല്ല സ്മെല്ലോടെ തന്നെ കഴിച്ചിട്ട് ചണ്ട ചേച്ചിയോട് ഞാൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചായ കുടിക്കുന്ന സമയത്ത് ഇതും കുടിച്ചുകൊണ്ടിരുന്നാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നും. പണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ എന്ന് ഞാൻ ചണ്ട ചേച്ചിയോട് പറയുമ്പോൾ ചേച്ചി അതെല്ലാം കേട്ടുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചണ്ട ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്തിനെങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് നിൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് എന്ന് ചണ്ട ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാം കേട്ടിരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം പഞ്ച് ചെയ്തതിനു ശേഷം ചണ്ട ചേച്ചിയും ഞാനുമായിട്ട് ഇങ്ങനെ ഇറങ്ങി. ആ സമയം നല്ലൊരു മഴയുണ്ടായിരുന്നു. ആ മഴയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ല. വണ്ടിയുടെ അടുത്തെത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുടയും കൊണ്ട് എന്നെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലണം. ശരണി ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ഒരു കുടയുണ്ട്. അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ട സമയത്ത് തന്നെ ശരണി ചേച്ചി വിളിച്ചു, ഡാവാ കയറ്, ഞാൻ അവിടെ ഇറക്കിത്തരാം, അവിടെ കോട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇല്ല, മഴ നനഞ്ഞിട്ട് പോകേണ്ടി വരുന്നു. ആകെ കഷ്ടമല്ലോ, നീ എന്തെങ്കിലും ഒന്ന് കോട്ടോ അല്ലെങ്കിൽ റെയിൻ കോട്ടോ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിടായിരുന്നു, ഇപ്പം നല്ല മഴയുള്ള സീസണല്ലേ എന്ന് തന്നെ ചണ്ണി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. ചേച്ചിയും പതുക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടെല്ലാം ആക്കാൻ ശ്രമിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിക്ക് എങ്ങനെയാണോ കെയർ ചെയ്തത് അതുപോലെ തന്നെ ചരണി ചേച്ചിയുടെ കെയറും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു നല്ല ആ ഒരു സൗഹൃദം എന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ബൈക്കിൻ്റെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്ത് നനഞ്ഞു വരുന്നുണ്ടോ ബൈക്കിൽ? ഞാൻ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ പൊന്നോ വയ്യ, ഒന്നാമത് നനഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കൂടാ, പിന്നെ നിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ കയറിയൊക്കെ ചുറ്റിയാൽ മതി, പിന്നെ ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കും, അതൊന്നും വേണ്ട മോനെ
ഈ ഒരു പ്രായത്തിൽ നീ അതും കൂടെ സഹിക്കാൻ വയ്യ എന്ന് നീ ശരണ ചേച്ചി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈഫിലൊന്നും കാണത്തില്ല കേട്ടോ ചേച്ചി. ഇന്നലെ ഞാൻ ശരണ ചേച്ചിയോട് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ചേച്ചി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ശരണ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നത്. അങ്ങനെ പതുക്കെ ശരണിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ഞാൻ ബൈക്ക് എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. ശരണ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ അടുത്താണ് വീട് കൊണ്ട് നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പതുക്കെ അവിടെ എത്തിയതിനു ശേഷം ഞാൻ വീട്ടിലെത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണെടുത്ത് ഇങ്ങനെ നോക്കി ചെറിയ മിച്ചറും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ശരണ ചേച്ചിയുടെ മെസ്സേജ് എനിക്ക് വരുന്നത്. വീട്ടിലെത്തിയോ, മഴയൊക്കെ കൊണ്ടായിരുന്നു നീ എന്നൊക്കെ ചോദിച്ചായിരുന്നു ചേച്ചിയുടെ മെസ്സേജ്. ആ സമയത്ത് തന്നെ ഞാൻ റിപ്ലൈ നൽകി. ആ നിമിഷം ഞാനിങ്ങനെ തിരിച്ച് മെസ്സേജ് അയച്ചു. ആ ചേച്ചി വീട്ടിലെത്തി, ഇപ്പം ദാ ചായയും മിച്ചറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചേച്ചിയുടെ തലവേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറിയോ, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചേച്ചി എനിക്ക് തിരിച്ച് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതിന് പകരം ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അയച്ചത്. ഞാൻ വീട്ടിലെത്തിയടാ, മഴയൊന്നും അധികം ഒന്നും നനഞ്ഞില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം തലവേദനയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ട് മാറിയെന്ന് തോന്നുന്നു. പിന്നെ നിന്റെ ആ ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ എല്ലാം മാറിയിട്ടുണ്ട് എന്ന് തന്നെ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ വാട്സാപ്പിൽ പരസ്പരം വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ശരണ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോളായിരുന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ശരണ ചേച്ചി ഒരു പാവം കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലെ കരുതിയില്ല. ആ സമയത്തായിരുന്നു ചേച്ചിയുടെ ആ ഒരു കോളും കാര്യങ്ങളും വന്നത്. ഞാനത് അറ്റൻഡ് ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശരണ ചേച്ചി ആ ടൈമിൽ എന്നെ കണ്ടതും നല്ലൊരു ആകാംക്ഷയോടെ നോക്കി. പെട്ടെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു, എന്താണ് ചേച്ചി വീഡിയോ കോളൊക്കെ എന്ന് പറയുമ്പോൾ ശരണ ചേച്ചി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ നിന്നോട് ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങാന്ന് വെച്ചു. ഞാൻ അധികം ഈ ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതൊക്കെ എന്താണ് ഓപ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു എന്ന് തന്നെ ശരണ ചേച്ചി എനിക്ക് മറുപടി നൽകി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതാണോ ചേച്ചി വീട്ടിലുണ്ടാകുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആടാ ഇതൊക്കെ തന്നെയാണ്, ഒരു നൈറ്റ് ഡ്രസ്സാണിത്. ഇത് എനിക്ക് എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് അത് നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. എന്നും സാരിയിൽ ചെന്നൈ ചേച്ചി ഇങ്ങനെ കാണുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഈ ലുക്സും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, പഴയ ആ പാവം ലുക്കും കാര്യങ്ങളൊന്നും അല്ല ചേച്ചിക്ക് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്സ് ഉണ്ട് കേട്ടോ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പം തന്നെ ചേച്ചി തന്നെ പറഞ്ഞു, അയലത്തെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഈ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു ലുക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് അടുത്ത വീട്ടിലൊക്കെ നല്ല കണക്ഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ ലേഡി ചേച്ചിയായിട്ട് നല്ല കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ്, എന്തുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, എൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ആദ്യത്തെ പറഞ്ഞിട്ടില്ലടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ നീ ചോദിച്ചേ? മറ്റൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ ആരോടും പറയണ്ട കേട്ടോ എന്ന് ഞാൻ ചെന്നൈ ചേച്ചിയോട് പറഞ്ഞു. പെട്ടെന്ന് ചെന്ന ചേച്ചി ഒരു മുളൽ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ആ ഒരു കാര്യം ആരോടും പറയില്ല. പിന്നെ അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിനിടയിലാണെന്നുണ്ടെങ്കിൽ ചെന്ന ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു, ആൽവിൻ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ദിവസം സൺഡേ ഇങ്ങോട്ട് വാ, ഇത് ഈ വീക്കിൽ ഒരു സൺഡേ നീ ഫ്രീ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇവിടേക്കൊന്ന് വാ, ഇവിടേക്കൊന്ന് കാണാമല്ലോ, എന്നെ പ്ലേസിലൊന്നും വന്നിട്ടില്ല നീ എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ ചേച്ചി ആരാണെന്നൊക്കെ, അപ്പോൾ എന്ത് പറയും, അല്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും കാണില്ല, ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺഡേ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചില വഴിക്കൊക്കെ പോകും, അപ്പോൾ നിനക്കിവിടെ വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമല്ലോ. എനിക്ക് മനസ്സിലായി നീ ഒരു ഇൻട്രോവേർട്ടാണ്, പിന്നെ അധികം സംസാരിക്കത്തൊന്നുമില്ലെന്ന്, അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ഒരു അതിശയത്തോടെ പറഞ്ഞു, ഞാൻ ചേച്ചി വന്ന സമയത്ത് ചേച്ചി ഒരു ഇൻട്രോവേർട്ടാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്, പക്ഷേ എന്നേക്കാളും ചേച്ചിയെക്കാളും ഞാൻ തന്നെയാണ് ഏറ്റവും വലിയൊരു ഇൻട്രോവേർട്ട്, അധികം സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അല്ലേ ചേച്ചി എന്ന് ഞാൻ സൺഡേ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സൺഡേ നീ ഇങ്ങോട്ട് പോരെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ തരാം, പിന്നെ കുടിക്കാനൊക്കെ ഇവിടെ സാധനങ്ങളുണ്ടായിരിക്കും, അപ്പം നീ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി
പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും അങ്ങനെ കാണത്തില്ല, ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് മാത്രം ശാലിനി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം ഞാനൊരു നല്ല കേൾവിക്കാരൻ എന്ന രീതിയിൽ കേട്ടിട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ആ നിമിഷം വരെ ശാലിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഒന്നും തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ശാലിനി ചേച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ അന്നത്തെ ശനിയാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. ആദ്യമായിട്ടല്ലേ ശാലിനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത്, അപ്പം എന്തെങ്കിലുമായിട്ട് കയ്യിൽ കൊണ്ടുപോകട്ടെ എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് ശാലിനി ചേച്ചിക്കും ഒരു ഇഷ്ടമൊക്കെയാണല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടു ചെല്ലുന്നത്. പിന്നെ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. 5 ദിവസം ഇട്ടിട്ട് പോകാനായിട്ട്. ആദ്യമായിട്ട് പോകില്ലേ, കുറച്ച് ഇമ്പ്രഷനൊക്കെ ആയിട്ട് ചെല്ലാം. എല്ലാവരുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ, അതിൻ്റെ നാണക്കേട് ശാലിനി ചേച്ചിക്ക് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശാലിനി ചേച്ചിക്കും എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. എന്നിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ശാലിനി ചേച്ചിയുടെ വീട്ടിലെത്തിയതിനു ശേഷമുള്ള ആ ഒരു ഭാഗം അടുത്ത ആ ഒരു ഭാഗത്തിൽ, അതായത് 3-ാം ഭാഗത്തിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഥ എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബായ്.